നമസ്കാരം. സൂര്യ സിന്ധു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എല്ലാവരെയും പറക്കാട് ജ്വൽസിൻ്റെ ആഭരണങ്ങളാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതൊരു കഥകളി ലോക്കറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് മാലയിലുള്ള ലോക്കറ്റാണ് കാണിച്ച്. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റ് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കസ്റ്റമർ ഒരു ലോക്കറ്റ് മാത്രമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. പിന്നെ അതിന് പറ്റിയൊരു കമ്മലും. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈലാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കലാരൂപമാണ് കഥകളി. അതിലൂടെ അതിൻ്റെ ഭംഗി മൊത്തം വെച്ചിട്ട് നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് ഒരുങ്ങാൻ വേണ്ടി നല്ല ഭംഗിയായിട്ടൊരു ലോക്കറ്റാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഇഷ്ടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഓണത്തിന് തൊട്ട് മുമ്പല്ല, ഞാൻ ഇത്തിരി നേരത്തെയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. കാരണം നമുക്ക് ഒരുങ്ങി റെഡിയായി വരാനായിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതിനുവേണ്ടി ഒത്തിരി പേരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഈ ഓണത്തോടുകൂടി സാധിപ്പിക്കണം എന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഈ ഒരു ഡിസൈനുകളായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് സാധാരണ ട്രഡീഷണലായിട്ട് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത നമ്മുടെ പാലക്കമാലയും കാശുമാലയൊക്കെ തന്നെയാണ്. അതും പിന്നെ നമുക്ക് കുറേ നാളുകളായിട്ടുണ്ടല്ലോ ഇതുപോലെ ഒറ്റ ലോക്കറ്റിലുള്ള മാലകൾ. അങ്ങനെ കുറച്ച് മാലകളെല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഇതിനെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറേ പേരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം കുറേ പേർക്ക് ഇതൊക്കെ ഇട്ടാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വാട്സപ്പിലും ഒക്കെ ചാറ്റ് ചെയ്യുകയും അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള എല്ലാവരോടും ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്, എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിക്കുക. അപ്പോൾ നമ്മൾക്കൊരു ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അത് ഈ ഓണത്തിൽ നമ്മളത് സഫലീകരിക്കണം. അതിന് വേണ്ട ഡിസൈൻ എന്താണോ വേണ്ടത്, നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്താണോ വേണ്ടത്, അതെല്ലാവരും എന്നെ വിളിച്ച് ഷെയർ ചെയ്യണം. കേരളം വിട്ട് പുറത്ത് പോയിട്ടുള്ള നമ്മുടെ മലയാളികളാണ് നല്ല ഭംഗിയായിട്ട് ഓണാഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ മുല്ലമുട്ടുമാലയും മറ്റുള്ള നമ്മുടെ പഴയകാല ആഭരണങ്ങൾ അണിയുമ്പോഴാണ് ഒരു പൂർണ്ണമായും ഒരു മലയാളി എന്നൊരു ടച്ച് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ പഴയകാലം മാലകൾക്കെല്ലാം ഇഷ്ടം പോലെ എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ കാണിച്ചത്. നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോഴും പഴയതൊക്കെ നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്, ഡിസൈനുകളും നമ്മുടെ കയ്യിലുണ്ടെന്ന് എല്ലാവരും അറിയണമല്ലോ. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഈ ഡിസൈനുകളെല്ലാം കാണിച്ചു തന്നത്. പിന്നെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളുണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കും. അത് നമ്മൾ കേരളത്തിലുള്ളവരുടെ കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് 40 വയസ്സിന് മേളിലേക്കുള്ള അമ്മമാർ, അവർക്ക് കാര്യം ഇപ്പോൾ പഴയ കാലത്തെ അമ്മമാരെ പോലെ സെറ്റും കൊണ്ടു കൊടുത്ത് അമ്മക്കെട്ട കെട്ടിയൊന്നും അല്ല കേട്ടോ നടക്കുന്നത്. ഞാനും ഒരു അമ്മയാണ്. ഇപ്പോഴുള്ള അമ്മമാർ, 40 വയസ്സിന് മേലുള്ള അമ്മമാർ യുവതികൾ തന്നെയാണ്. 20 വയസ്സുള്ള 18 വയസ്സുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അമ്മമാർ ചിന്തിക്കുന്നത്. പക്ഷെ എന്നാലും ചെറിയൊരു സങ്കോചം ഉണ്ട് എല്ലാവർക്കും. എന്തെങ്കിലും പറയുമോ, ഇന്നലെ വരെ ഇടാത്തൊരു സാധനം നാളെ ഇട്ടാൽ എന്താകും എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേര് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ധൈര്യസമേതം പറയുവാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് വെറുതെ അത് ആഗ്രഹം സഫലീകരിക്കട്ടെ, അതൊരിക്കലും വേണ്ടാന്ന് വെക്കണ്ട. അതിപ്പോൾ ആരൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടും മറ്റാരെങ്കിലും മനസ്സിൽ ഈ ചിന്തകളുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുമോ, നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിച്ചെടുക്കാനും നമ്മളുടെ സന്തോഷങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ ഓണത്തെ മാറ്റിവെക്കാം. അപ്പോൾ ഈ തിരുവോണം വരുമ്പോൾ നമ്മൾക്കൊരു നല്ലൊരു സെറ്റും മുണ്ടൊക്കെ എടുത്ത് നമ്മളെ തന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ടൊന്ന് ഒരുക്കാം. അതിന് വേണ്ട ആഭരണങ്ങൾ ഒക്കെ എന്നെ ഒന്ന് വിളിച്ച് ഷെയർ ചെയ്താൽ, എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ അത് എന്നോടൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് നമുക്ക് സഫലമാക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ ചിലപ്പോൾ തീരില്ല. അടുത്ത വീഡിയോയിലും കൂടി ഞാൻ കുറച്ച് ഡിസൈൻ കാണിക്കുന്നുണ്ട്. കാരണം വീഡിയോ അധികം നീണ്ടു പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പല ജിമിക്കൻ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പാലയ്ക്ക ഇതുണ്ട്, ആകപടത്തിൻ്റെ കുട്ടിമാലകളുണ്ട്, ചെറിയതുണ്ട് വലുതുണ്ട്. ഇതുപോലെയുള്ള മാലകളൊക്കെ ഉണ്ട്. എല്ലാത്തിനുള്ള ജിമിക്കുകളുണ്ട്, വളകളുണ്ട്. അതായത് ഈ ട്രഡീഷണൽ പാലയ്ക്ക വള, കാശുവള, അങ്ങനെയുള്ള ഐഡലിൻ്റെ ഒക്കെ വളകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഇത് ഓണത്തോടൊപ്പം കാണുന്ന ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷമല്ല 2 വർഷത്തോളത്തായിട്ട് ഒത്തിരി മണവാട്ടികളെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. നമ്മുടെ ആഭരണം ഇട്ട് കല്യാണം നടത്തിയവരുടെ കയ്യിലൊന്നും, റെന്റിലെടുത്തവരൊന്നും കയ്യിൽ ആഭരണങ്ങളില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിലും അവരുടെ പുതിയ ഓണമാണ്. അപ്പോൾ അവർക്ക് നല്ല ഭംഗിയായിട്ട് ഇത്തവണത്തെ പുതിയ ഓണം അണിഞ്ഞൊരുങ്ങണമെന്നുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൂഡിൽ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു ഫീലിലുള്ള ആഭരണങ്ങൾ അണിയാൻ എന്നെ കണക്ട് ചെയ്യണം. ഞങ്ങളുടെ എല്ലാ ഷോറൂമിലേക്ക് വന്ന് ഓർണമെൻറ്റ്സ് നോക്കണം. എല്ലായിടത്തും ഉണ്ടല്ലോ, ഷോറൂം എല്ലായിടത്തും ഉണ്ട്. വിളിക്കാം. ഇനി എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ള അറിവില്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്ത് തരും.
അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം അടിപൊളിയാക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുവാണ്. ഞാനും കാത്തിരിക്കുവാണ്. അപ്പോൾ കുറച്ച് ഡിസൈനൊക്കെ ഞാൻ ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്തതാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനെല്ലാം തന്നെ നേരിട്ട് കാണിച്ചു തരും. വീഡിയോ കോൾ ചെയ്തോ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വീഡിയോ കൂടി വരുന്നുണ്ട്, അതിലും കുറച്ച് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.